യെസ്, എല്ലാവർക്കും ഇന്നത്തെ ഫ്രീ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോ 276 പേരാണ് ഇപ്പോ നമ്മളോടൊപ്പം ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളവര്. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ടീച്ചർമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. ഓക്കെ, യെസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോ നമുക്ക് കടബാധ്യതയെ അകറ്റി സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ടീച്ചർമ്മ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഹായ് ടീച്ചർ മാസിന് വനിൽ, ഹായ്. യെസ്, ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഹൗ ടു ബി ഡെപ്റ്റ് ഫ്രീ, എങ്ങനെ നമുക്ക് കടത്തിൽ നിന്നും മുക്തരാകാം. നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്, ഞാന് കൊറോണ സമയത്ത് 7,000 രൂപ സാലറി വാങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഇന്ന് മാസം 50 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. അപ്പൊ എനിക്കറിയാം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ആർക്കും എത്താൻ പറ്റുന്നതേ ഉള്ളൂ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്. ഇപ്പോ എനിക്കും ഈ പറയുന്ന കുറേയധികം ഡെപ്റ്റുകളും കടങ്ങളും ബാധകളും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വീട്ടിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി. അപ്പോ ടീച്ചറമ്മ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോവാണ് എങ്ങനെ നിങ്ങൾക്ക് ഈ കടബാധ്യതയിൽ നിന്നും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ കടബാധ്യത എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, നെഗറ്റീവ് വേർഡാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വേർഡ് യൂസ് ചെയ്യില്ല. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്നൊന്ന് പോസിറ്റീവ് ആക്കി ആയിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, കടബാധ്യത എന്നുള്ളതാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, യെസ്. അപ്പോ പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കും. ഒരുപാട് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് ലാസ്റ്റ് വരെയും കണ്ടിരിക്കുക. കഴിഞ്ഞ വീക്കിൽ ഞാൻ തന്ന ഫ്രീ ക്ലാസിന്റെ അത് ഏതാണ്ട് 49K വ്യൂസ് ആയി. കാര്യം എന്താ ടീച്ചർ, അത്രയും റിച്ച് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ ആണ്, സെലിബ്രിറ്റി കോച്ച്, അതുപോലെ തന്നെ ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പോ നമ്മുടെ ചാനലില് ഇതുപോലെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ടീച്ചർമ്മയോടൊപ്പം ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാനും, എല്ലാ ഫ്രീ ക്ലാസ്സുകളും ഞാൻ യൂട്യൂബിലേക്ക് ഇടാറില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ എല്ലാ ദിവസവും മോർണിംഗ് മോട്ടിവേഷൻ ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കണക്റ്റഡ് ആയിരിക്കുക. വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും വാട്സാപ്പ് ചാനലിൽ കണക്ട് ആയിരിക്കാം. ടീച്ചറമ്മ നിങ്ങൾക്ക് ഡെയിലി ഇൻസ്പിറേഷനും, അതുപോലെ തന്നെ ഇടയ്ക്ക് ഫ്രീ ക്ലാസ്സും, അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകൾ ചെയ്യാനുള്ളതും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് ഫ്രീ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാനും ഹാപ്പിനെസ് ഷെയർ ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാന് ഇതില് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ എങ്ങനെ മറികടക്കാമെന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടെ എഴുതിയെടുക്കുക. ഓക്കെ, യെസ്. അപ്പോ പൊതുവെ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, ഞാനത് വീണ്ടും വീണ്ടും കടബാധ്യത എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കടബാധ്യത എന്ന് ഓർക്കണം. ഓക്കെ, അപ്പൊ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് വരുമ്പോ പലരും എന്ത് ചെയ്യും, ലൈഫിൽ ഭയങ്കരമായിട്ട് തളർന്നു പോകും. എനിക്ക് ഇത്രയും ഒരു അവസ്ഥയുണ്ടല്ലോ, ഞാൻ എങ്ങനെ ഇതിനെ മറികടന്ന് മുകളിലേക്ക് വരും, എനിക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ. അത് ഓർത്ത് കരഞ്ഞു വിഷമിച്ച് ജീവിക്കുന്നവരാണ് മാക്സിമം പേര്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ വലിയ ബിസിനസ്സുകാർ പോലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലേക്ക് പോവാറുണ്ട്. അവർ അതിനുശേഷം ഫീനിക്സ് പക്ഷിയെ പോലെ ആ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ മറികടന്ന് അവർ വിജയത്തിലേക്ക് എത്തുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ ഞാൻ അതിലേക്ക് വരാം, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അത്രയും വലിയ കടബാധ്യതയിൽ നിന്ന് പോലും, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിൽ നിന്ന് പോലും പലരും കയറി വരുന്നുണ്ടെങ്കിൽ നമുക്കും കയറി വരാനായിട്ട് പറ്റും. അപ്പോ ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത്, കടം എന്ന് പറയുന്നത് ഗുഡ് ഡെപ്റ്റും ഉണ്ട്, ബാഡ് ഡെപ്റ്റും ഉണ്ട്. ഇപ്പൊ ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ വിദ്യാഭ്യാസത്തിനായിട്ട് ഇപ്പൊ പിള്ളേരെ നമുക്കിപ്പോ UK അയച്ച് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് വിടണം, അവർക്ക് എന്തെങ്കിലും നഴ്സിംഗ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കണം. അപ്പൊ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന എഡ്യൂക്കേഷണൽ ലോൺ, അതെന്ന് പറയുന്ന ഗുഡ് ഡെപ്റ്റ് ആണ്. കാര്യം എന്താ? അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ അവര് പഠിച്ച് അവർ UK പോയി കഴിഞ്ഞാൽ അവര് സാലറി കിട്ടി അതങ്ങ് വീട്ടിക്കോളും, അതിനെക്കാട്ടിയും പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കടം എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് ഡെപ്റ്റ് ആണ്, ഒരിക്കലും മോശമല്ല. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ഇപ്പൊ നിങ്ങൾ ഒരു വസ്തു വാങ്ങിച്ചിടുകയാണ്, ഒരിക്കലും അയ്യോ ആ വസ്തു വാങ്ങിച്ചു അതിനുവേണ്ടി മാസം അടവുണ്ടായിരിക്കാം, പക്ഷെ അത് നമുക്ക് നാളെ ആ വസ്തു വിറ്റിൽ അതിനെക്കാട്ടിയും ചിലപ്പോൾ 4 ഇരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെന്താണ്? ഗുഡ് ഡെപ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി എടുക്കുകയാണ് ഒരു ലോണോ കാര്യങ്ങളോ ഒക്കെ, നിങ്ങൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു ബിസിനസ് എന്തായാലും എനിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഡെപ്റ്റ് എടുത്തു, കടം എടുത്തു, നിങ്ങൾ ആ ബിസിനസ്സിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്നും വൻപിച്ച ലാഭം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ഡെപ്റ്റ് ആണ്. അതൊരിക്കലും ഒരു മോശം കാര്യമല്ല എന്ന് മനസ്സിലാക്കും. നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർമാർ പറഞ്ഞു തരുന്നത്. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. ഞാൻ പറഞ്ഞു തരുന്ന ഓരോ പോയിന്റ്സ് നിങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് സ്വീകരിച്ച് അതിനെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് മാറണം. നിങ്ങൾ എല്ലാവരും ഈ കടബാധ്യതയിൽ നിന്നൊക്കെ മറികടന്ന് നിങ്ങൾ എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കാം. നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരെല്ലാം അതിൽ ജോയിൻ ചെയ്യുക. അതിലായിരിക്കും നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. കാര്യം മെഗാ മീറ്റപ്പ് ഗ്രൂപ്പ് നമുക്ക് ഇപ്പോൾ ഇല്ല. മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ ടീച്ചർമാർ നിങ്ങൾക്ക് അറിയാം, ഇത്രയും നല്ല വീഡിയോസും കണ്ടന്റും നിങ്ങൾക്ക് പിന്നെ ഫ്രീ ക്ലാസ്സും മോട്ടിവേഷനും ഒക്കെ തന്ന് അതിലുള്ള സ്റ്റുഡൻസിനെ മറ്റു പലരും അവരുടെ ബിസിനസ് പർപ്പസസിനായിട്ട് അവര് ആ ഗ്രൂപ്പിലേക്ക് വന്ന് പേഴ്സണലി സ്റ്റുഡൻസിനെ പിന്നെ മെസ്സേജ് ഇടുകയും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് ഒരുപാട് പരാതി കിട്ടിയത് കൊണ്ടാണ് മെഗാ മീറ്റപ്പ് ഗ്രൂപ്പ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ വാട്സ്ആപ്പ് ചാനലാണ്. അതിന്റെ ലിങ്ക് എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ അതിലൂടെ ജോയിൻ ചെയ്യും. ഓക്കെ. ഇനി ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ബോംബ് ഇൻ യുവർ പോക്കറ്റ് എന്നാ പറയാ. പലരും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, ക്രെഡിറ്റ് കാർഡിന്റെ പലിശ നമുക്കറിയാം അങ്ങ് ഏറ്റവും വലിയ പലിശയാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പലതും ഷോപ്പ് ചെയ്യുമ്പോൾ ശരിക്കും എത്ര രൂപ ചെലവാക്കി എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എത്ര പൈസ ഇന്ന് പോയെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, നമ്മൾ എടുത്തു കൊടുത്ത് സാധനം വാങ്ങിക്കും, പക്ഷേ നമ്മൾ എത്രത്തോളം ചെലവാക്കുന്നൊരു ബോധമില്ലാതെ ചെലവാക്കും. അവസാനം പലിശയുടെ പലിശയുമായി വലിയ പ്രശ്നങ്ങൾ വന്ന് പലരും സാമ്പത്തികപരമായിട്ട് പല ബുദ്ധിമുട്ടിലേക്കും പോകുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. അതിനെ ഒടിച്ച് മടക്കി പപ്പട പരുവാക്കി എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. അത് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ബാഡ് ഡെപ്റ്റിൽ വരുന്നതാണ് ഇനി നിങ്ങൾ മക്കളുടെ കല്യാണത്തിന് ചിലര് ഭയങ്കരമായിട്ട് ഉള്ളതിനെക്കാട്ടിയും എടുത്ത് ലാവിഷായിട്ട് ഭയങ്കര ആർഭാടമായിട്ട് കല്യാണം നടത്തി, നമുക്ക് പറ്റുന്നതിനേക്കാൾ, നമ്മൾ പറഞ്ഞില്ലേ കൊക്കിലൊതുങ്ങുന്നതിനേക്കാൾ വലുതെടുത്ത് കൊത്തി വലിയ ആർഭാടമായിട്ടൊക്കെ നടത്തി, നാട്ടുകാരെയൊക്കെ ഷോ ഓഫ് കാണിച്ചു, ഭയങ്കര സമ്പന്നതൊക്കെ കാണിച്ചു, ഭയങ്കര ഇതൊക്കെ നടത്തി നമ്മൾ. പക്ഷേ ആ പൈസ നമുക്ക് ഒരിക്കലും റിട്ടേൺ ഇല്ല. അവിടെ അത്രയും ചെലവിൽ നമുക്ക് പോയി. അപ്പൊ അതൊരു അനാവശ്യ ചെലവാണ്. അതുപോലെ തന്നെ നമ്മൾ കാർ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുക. ചിലരെ എന്ത് ചെയ്യും, ഇതുപോലെ പിന്നെ നമുക്ക് കാര്യം ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളല്ല. അപ്പൊ ആ പൈസ പോയാൽ പോയി, പിന്നെ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ആർഭാടപരമായ കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാറാണെങ്കിലും. അതുപോലെ തന്നെ ചിലരെന്ത് ചെയ്യും, കടമൊക്കെ എടുത്ത് വലിയ പടപണ്ടാരം പോലത്തെ കോടിക്കണക്കിന് രൂപ വരുന്ന വലിയ വീട് വെച്ചിടും. പക്ഷെ പിന്നീട് അതിനൊന്ന് പെയിന്റ് അടിക്കാൻ പോലും പൈസ ഇല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ടീച്ചർമാർ പലരിലും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോ നമുക്ക് ശരിക്കും ഫ്യൂച്ചറിൽ ഗ്രോത്ത് തരുന്ന ഡെപ്റ്റ് ആണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ പൈസ, നമ്മൾ ചെലവാക്കുന്ന പൈസ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ബാഡ് ഡെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഗുഡ് ഡെപ്റ്റ് എന്താണ്, ബാഡ് ഡെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയവര് യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടാം. യെസ്. അപ്പോ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് ഗുഡ് ഡെപ്റ്റ് എടുക്കുന്നത് ഓക്കെയാണ്. പക്ഷെ ഈ ബാഡ് ഡെപ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒഴിഞ്ഞു നിൽക്കുക. വലിയ വലിയ ബിസിനസ്സുകാർ പോലും കടം എടുക്കാറുണ്ട്.
അപ്പൊ അത് കടമെന്ന് പറയുന്നത് മോശമല്ല. നമ്മൾ എടുക്കുന്നത് ഗുഡ് ഡെപ്റ്റ് ആണോ ബാഡ് ഡെപ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ കടം മേടിക്കുന്നത്, അതോ ചുമ്മാതെ. പണ്ടൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, കുടുംബശ്രീയിൽ നിന്ന് ലോൺ കിട്ടും ടീച്ചറെ. അപ്പൊ ലോൺ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ലോൺ മേടിച്ച് ആ പൈസ മേടിച്ച് പല കാര്യങ്ങളും ഞാൻ മേടിച്ചു കൂട്ടും. വീട്ടിലേക്ക് പലതും മേടിച്ച് അടുത്ത പ്രാവശ്യം ലോൺ കൊടുക്കുന്ന പറയുമ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നില്ല, ഞാനത് എടുക്കും. പിന്നെ കിടന്ന് അടയ്ക്കാൻ ഞാൻ പെടുന്ന പാട. ഒരു ലോണിൽ നിന്ന് അടുത്ത ലോണിലേക്കുള്ളതായി മാറി എന്റെ ജീവിതം. എന്നൊരു പെൺകുട്ടി വിഷമിച്ച് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. കാര്യം എന്താ, ഇത് കിട്ടുന്നെന്ന് കരുതി വെറുതെ നമ്മൾ എടുത്ത് ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവുകൾ വലിച്ചു വെക്കരുത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ലോൺ എടുക്കുന്നെങ്കിൽ പോലും ഇതെനിക്ക് ആവശ്യമുണ്ടോ. ചിലരെന്ത് ചെയ്യും, ഒരു കടം എടുത്ത് ഒരു ലോൺ എടുത്ത് അത് അടയ്ക്കാൻ വേണ്ടി അടുത്ത ലോൺ എടുക്കും, അത് അടയ്ക്കാൻ വേണ്ടി അടുത്ത എടുക്കും, പെട്ടുപോകും നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ലോൺ എടുക്കുന്ന പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു 10 ഇരട്ടി കാശ് ഉണ്ടാക്കുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ലോൺ എടുക്കുന്നത് മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എടുത്ത് എന്തിനു വേണ്ടി ചെലവാക്കുന്നു? നമ്മൾ ധൂം ധാം കല്യാണത്തിന് അടിച്ചു പൊട്ടിച്ച് തിമിർത്ത് എല്ലാവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിച്ചു. പലരും ചെയ്യുന്ന പരിപാടി ഞാൻ കാണാറുണ്ട്. കല്യാണത്തിനൊക്കെ അനാവശ്യമായിട്ട് ചെലവാക്കി എല്ലാവരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്തിട്ട് കരഞ്ഞു ജീവിക്കുക, ഉള്ളിൽ കരയുക, പിന്നെ അത് വീട്ടാൻ നിവൃത്തിയില്ലാതെ പെട്ടുപോവുക. എന്തിന്? നമ്മളെ കൊണ്ടൊക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ വലിയ വീട് അവനവനെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള മുട്ടൻ വീട് കെട്ടിയിടും. അവസാനം ആ വീട്ടിനകത്ത് ഉരുകി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മൾ ചിന്തിച്ചിട്ട് ആക്ഷൻ എടുക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 1 രൂപ പോലും കടം വരാത്ത രീതിയിൽ എനിക്കും വെക്കാമായിരുന്നു. ഭയങ്കര പടവണ്ടാരം വീട്, നിങ്ങൾ എന്റെ വീട് കണ്ടിട്ടായിരുന്നു, ഒതുങ്ങിയ ഒരു വീട്, ഭയങ്കര പടവണ്ടാരം വീട് വെക്കാമായിരുന്നു. അപ്പൊ എനിക്ക് എത്രയും സാമ്പത്തികമായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് 1 രൂപ കടം വരാത്ത രീതിയിൽ നമ്മളിൽ ഉള്ളതിന് നമ്മളൊരു വീട് വെച്ചു. എപ്പോഴും അങ്ങനെ വേണം ചിന്തിക്കുക. പലരും ഈ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി വലിയ വലിയ ബാധ്യതകൾ വരുത്തി വെക്കാറുണ്ട്. വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവര് വളരെ പ്ലാൻ ചെയ്ത് ലോൺ എടുക്കും. എനിക്ക് ഇന്ന കാര്യത്തിന് കിട്ടുമ്പോൾ അടയ്ക്കാന്നൊക്കെ പറഞ്ഞ് എടുക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അവർ വിചാരിച്ച പോലെ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കടത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അപ്പോ ഇനി നിങ്ങൾ പുതിയ പുതിയ ലോണുകൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഒരു കടം വീട്ടാൻ വേണ്ടി അടുത്തത് എടുക്കാൻ പോകരുത്. അത് മണ്ടത്തരമാണ്. അപ്പോ ഈ ഒരു കടബാധ്യതയെ ഒഴിവാക്കി ഫിനാൻഷ്യൽ ഫ്രീഡത്തെ അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന 7 സ്റ്റെപ്സ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കും. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡെപ്റ്റ്. നിങ്ങളുടെ കടത്തിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അതായത് നമ്മളിങ്ങനെ കടം എന്ന് പറഞ്ഞ് എഴുതണ്ട, ജസ്റ്റ് ഞാൻ നെഗറ്റീവ് എഴുതരുത് നിങ്ങളോട് പറയാറുണ്ട്, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഹോം ലോൺ എത്ര ലക്ഷം രൂപ? 50 ലക്ഷം രൂപ. അതിന്റെ പലിശ നിരക്ക് എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 18%. എഡ്യൂക്കേഷണൽ ലോൺ, പിന്നെ നിങ്ങൾ എടുത്തേക്കുന്ന എമൗണ്ട് 10 ലക്ഷം, 12% പലിശ നിരക്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക. അതായത് ലോൺ ഏതാണ്, എത്ര രൂപ എടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. ഇങ്ങനെ ഒരു 3 കോളമായിട്ട് തിരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡെപ്റ്റിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇനി പേഴ്സണൽ ലോൺ ആണ്, 5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്, 13%. കാർ ലോൺ ആണ്, 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്, അത് 12%. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക. എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയോ അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ നമ്മളെ കിളി പോവും. അങ്ങനെയല്ല, നമ്മളൊന്ന് മനസ്സിലാക്കണം എത്രത്തോളം നമുക്ക് ബാധ്യതകൾ ഉണ്ട് എന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഐഡിയ കിട്ടാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏതിനാണോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളത്, പലിശ നിരക്ക് ഏതിനാണോ കൂടുതലുള്ളത് അതിനെ ആദ്യം എഴുതുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ പലിശ നിരക്കുള്ളത് 32% പലിശക്ക് എടുത്തിട്ടുണ്ട്, അത് ആദ്യം എഴുതുക. അതിന് താഴെ 18%, അതിന് താഴെ 13, പിന്നെ 12, 2, അങ്ങനെ പലിശ നിരക്ക് കൂടുതലുള്ളതിനെ ആദ്യം എഴുതുക, പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതുക. അപ്പോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വിചാരിക്കും ഇത്രയും ലോൺ ഉണ്ട്, ഇതിനകത്ത് ഈ പിന്നെ ചെറിയ എമൗണ്ട് ഉള്ളത് നമ്മൾ ആദ്യം അങ്ങ് അടച്ചു തീർക്കാം. ഇതൊരു 3 ലക്ഷം അല്ലേ ഉള്ളൂ കാർ ലോണിന്റെ, അത് ആദ്യം അങ്ങ് അടച്ചു തീർക്കാന്നും പറഞ്ഞ് അത് അടയ്ക്കാൻ പോകും. അതിന്റെ ചിലപ്പോൾ പലിശ കുറവായിരിക്കും. ഇതിനെക്കാട്ടും ഭീമമായ പലിശ മറ്റു പലതിനും കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് വലിയ എമൗണ്ട് ആയിരിക്കും. നമ്മൾ അത് അടയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റതിന്റെ പലിശ കൂടി നമുക്ക് അടച്ചു തീർക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോകും. ലോണിന്റെ എണ്ണത്തിൽ കുറവ് വരും, പക്ഷെ പലിശ കൂടി വല്ലാത്ത ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വർദ്ധിക്കും. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ചില വ്യക്തികളിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുള്ള പൈസ അവർ ഭയങ്കര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാ തരുന്നത്. നമുക്ക് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ
വ്യക്തികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈസ, ആരാണോ നമ്മൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ പൈസ നമ്മൾ ആദ്യം അങ്ങ് കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് ഓക്കെയോ. നമുക്ക് ആളുകൾ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥ വരും. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റിംഗ് ചെയ്യാം. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ് കൃത്യമായിട്ട് എഴുതണം. എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എനിക്ക് മാസം ഇന്ന രീതിയിൽ വരവുണ്ട്. എല്ലാവരും ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വരവുള്ളത്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചെലവുള്ളത്. വലതുവശത്ത് വരവും ഇടതുവശത്ത് വരവും വലതുവശത്ത് ചെലവും ഒന്ന് എഴുതി നോക്കി. വരവെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വരുന്നുണ്ട്. ഇപ്പൊ സാലറി ആയിട്ട് നിങ്ങൾക്ക് ഒരു 50,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഒരു റെന്റ്, ഏതിന്റെങ്കിലും വീടിന്റെയോ ഏതിന്റെയും റെന്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 10,000 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ അമ്മയുടെ പെൻഷൻ ഒരു 10,000 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വരവെല്ലാം താഴേക്ക് എഴുതുക. ഇനി ഇപ്പുറത്ത് നിങ്ങളുടെ ചെലവ് എഴുതുക. ഇലക്ട്രിസിറ്റി ബില്ല്, പിള്ളേരുടെ സ്കൂളിലെ ഫീസ്, ട്യൂഷൻ ഫീസ്, വണ്ടി ഫീസ്, അല്ലെ, ആ ഫീസ്, ഈ ഫീസ്, ഗ്യാസ്, പെട്രോള്, ഇന്റർനെറ്റ്, EMI, അത് ഇത്. നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വരവ് എത്ര, ചിലവ് എത്ര. അപ്പോ നമ്മുടെ വരുമാനത്തിൽ നിന്നും ചിലവ് കഴിഞ്ഞുള്ള ബാക്കി പൈസ നമ്മൾ എന്ത് ചെയ്യണം? ലോൺ അടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. സാധാരണ പറയുന്നത് ഒരു മനുഷ്യന്റെ വരുമാനത്തിന്റെ 50% അവന്റെ ആവശ്യങ്ങൾക്കായിട്ട് ചിലവാക്കാം, അവനുള്ള നീഡ്സിന് വേണ്ടി ചിലവാക്കാം. 30% അവൻ എന്തെങ്കിലും ഷോപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ്, സിനിമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 30% സ്പെൻഡ് ചെയ്യാം. 20% സേവ് ചെയ്യുക എന്നാണ് പറയുന്നത്. 20% സേവിങ്സിലേക്ക് മാറ്റിവെക്കുക എന്നാ പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉള്ളവർ എന്ത് ചെയ്യണം? 50% നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നീക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി 50% എടുത്ത് നിങ്ങളുടെ കടബാധ്യത തീർക്കാൻ ഉപയോഗിക്കുക. പലരും എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഒക്കെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കുക, അതൊക്കെ എന്തെങ്കിലും തീരും. ഉള്ള പൈസ മൊത്തം, വരുന്നത് മൊത്തം അടിച്ചു പൊട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യും? പല കാര്യങ്ങൾക്കായിട്ട് ചെലവാക്കി, അവിടെ ടൂർ പോകുന്നു, ഇവിടെ പോകുന്നു, മറ്റുള്ളവരുടെ കയ്യിലുള്ള കാശ് വാങ്ങി അവർക്ക് സമയത്ത് തിരിച്ചു കൊടുക്കാതെ, പലരും പലരുടെയെന്ന് വാക്ക് പറഞ്ഞിട്ട് വാങ്ങിക്കുക, ഞാൻ അടുത്ത മാസം തരാന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും. ചിലപ്പം സ്വർണം പണയം വെക്കാൻ മേടിക്കും, അല്ലെങ്കിൽ പൈസയായിട്ടൊക്കെ മേടിക്കും. എന്നിട്ട് അവർക്കതൊന്നും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലാവിഷായിട്ട് അടിച്ചു പൊട്ടിച്ച് ചെലവാക്കി നടന്ന ലോ ഓഫ് കർമ്മ പ്രകാരം മറ്റൊരാളിന്റെ കാശ് വാങ്ങി സമയത്ത് വാക്ക് പാലിക്കാതെ തിരിച്ചു കൊടുക്കാതിരുന്നാൽ അതിന്റെ കർമ്മദോഷം നമ്മളിലേക്ക് വരും. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വരുന്നത് നമുക്ക് ഓക്കെ, നമുക്ക് വന്നു, ഇനി നമുക്കതിനെ എങ്ങനെ മറികടക്കാമെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഒരിക്കലും നമ്മൾ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട്, പൈസയ്ക്ക് വേണ്ടി വാക്ക് പറഞ്ഞിട്ട് അതൊരിക്കലും മാറ്റി പറയാതിരിക്കുക. അങ്ങനെ മാറ്റി പറയുമ്പോൾ അത് മണിയുമായിട്ട് നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. നിങ്ങൾ തീരുമാനിക്കുക, ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് തീരുന്നിടം വരെ ഇനി അനാവശ്യ ചെലവുകൾ ഒന്നുമില്ല. വിശ്രമമായി പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയേറെ റിസൾട്ട് കിട്ടും. ഇനി ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ കുറെയൊക്കെ അങ്ങ് വെട്ടി ചുരുക്കുക. ഇപ്പൊ പലരും പുറത്തുനിന്ന് ഭക്ഷണം, റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുക, അല്ലെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുക, കുറെ അങ്ങനെ പൈസ വാഴി കളയുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് ഇതൊന്ന് തീരുന്നിടം വരെ നമുക്ക് അങ്ങനെയുള്ള അനാവശ്യ ചെലവുകളൊന്നും വേണ്ട. അതുപോലെ തന്നെ ചിലർ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ആന കരിമ്പുകാട്ട് കയറുന്ന പോലെ ഉള്ള കണ്ട കടച്ചാണി മൊത്തം വാരിയെടുക്കും. അപ്പൊ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഷോപ്പിംഗ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഔട്ടിങ് കുറച്ച് നാളത്തേക്ക് ഒന്ന് ചുരുക്കുക. എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സിനിമയ്ക്ക് പോക്കും എൻജോയ്മെന്റ് ഒന്ന് കുറയ്ക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഒഴിവാക്കുക. ഇനി മറ്റുള്ളവരുടെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാതെ നമ്മുടെ വീട് റെനോവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അൺവാണ്ടഡ് പാർട്ടീസിന് പോയിട്ട് നമ്മൾ പൈസ അങ്ങനെ ചെലവാക്കുക. അതുപോലെ തന്നെ ഓവർ സ്പെൻഡിങ് വരുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കുക. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നമുക്ക് ഈ ഒരു അവസ്ഥ മറികടന്ന് നമ്മളിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാം, അല്ലെ? അപ്പൊ കുറച്ചു നാളത്തേക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാം. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നമ്മൾ സമയത്ത് കൊടുക്കാതിരുന്നു നമ്മൾ ലാവിഷായിട്ട് ചെലവാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മളിലേക്ക് തിരിച്ചു വരും. ലോ ഓഫ് കർമ്മ പ്രകാരം അവര് മനസ്സുകൊണ്ട് ശപിച്ചാൽ നമുക്ക് അതിന്റെ ഒരു ദോഷം നമ്മളിലേക്ക് വരും. അപ്പം എന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റ് കാർഡ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ദൂരെ കളയുക. അതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. നമ്മൾ അറിയാതെ അതിൽ നിന്ന് എത്ര പൈസ ചെലവാക്കിയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അൺനെസസറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സെല്ല് ചെയ്യാം. വേണ്ടാത്ത സാധനങ്ങൾ കുറെ ഫർണിച്ചേഴ്സ് കിടപ്പുണ്ട്, അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ OLX ഇട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓൾഡ് സാധനങ്ങൾ വിൽക്കുന്നതിനകത്ത് ഇട്ട് നമുക്ക് അതിൽ നിന്നൊരു പൈസ വരുവാണെങ്കിൽ അത് നേരെ ലോണിനെ അടയ്ക്കും. നമ്മളൊരു ഗോൾ സെറ്റ്, എനിക്ക് ഇത്ര നാളിനകം എന്റെ ലോൺ അടച്ചു തീർക്കണം. ഇനി പഴയ മൊബൈൽ ഫോൺ ഉണ്ട് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ വണ്ടി നമ്മളിപ്പോ ഉപയോഗിക്കാതിരിക്കുക, അതങ്ങ് കൊടുത്തേക്ക്. അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ക്യാമറ, ബാഗ്, പിന്നെ ഇങ്ങനെയുള്ള കുറെ അധികം ഐറ്റംസ് നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ OLX ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പൈസ കിട്ടും. ചിലപ്പോൾ വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല, ഉള്ളതാവട്ടെ. അതിന് എന്ത് ചെയ്യുക, ലോൺ അടയ്ക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ ഫോക്കസ് കൊടുക്കുക, എങ്ങനെയും ആ ലോൺ അടച്ചു തീർക്കണം, അടച്ചു തീർക്കണം, അടച്ചു തീർക്കണം എന്ന് ഫോക്കസ് കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചെലവ് ചുരുക്കിയാൽ മാത്രം പോരാ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണം. വരുമാനം വർദ്ധിപ്പിക്കാതെ നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് എങ്ങനെ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് തീർക്കാനായിട്ടുള്ള വരുമാനം കണ്ടെത്തും. ഇപ്പൊ നിങ്ങൾ കുറച്ച് സമയം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കൂട്ടുക, അപ്പൊ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടും. അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടെത്തും. എനിക്ക് ജോലിയില്ല, എങ്ങനെ കണ്ടെത്തും, എനിക്ക് പൈസ വരുന്നില്ല, എനിക്കൊരു മാർഗവും ഇല്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇരിക്കാനേ പറ്റും. അപ്പൊ നമുക്കൊരു നീഡ് അവിടെ ഉണ്ട്. എന്താണ്, നമുക്ക് ഇത് അടച്ചു തീർക്കണം എന്നുള്ളൊരു നീഡ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളൊരു ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പൈസ കടം തന്നിട്ടുള്ള വ്യക്തികളൊക്കെ വന്ന് ശല്യം ചെയ്യണം. അപ്പൊ അവരോട് പറയാം, ഞാനൊരു ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ജോലി കിട്ടിയെങ്കിൽ കിട്ടിക്കഴിഞ്ഞു, ഞാൻ ആ സാലറി വന്നാലുടനെ നിങ്ങൾക്കുള്ള തന്നു തീർക്കാന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് നിൽക്കുക. പലരും എന്ത് ചെയ്യുന്ന അറിയോ, അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വരും, ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ട് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇത് ഞാൻ എങ്ങനെ വിടും, എനിക്ക് മുന്നിൽ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ജീവൻ പോലും വെടിയുന്നവരുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകുന്നവർക്ക് ടീച്ചറമ്മയുടെ വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഗ്രൂപ്പുകളിലേക്കും പേഴ്സണലായിട്ടും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. കാര്യം ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. കുറേയധികം പേര് ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, കഷ്ടപ്പാടിലൂടെ, കടബാധ്യതയിൽ കരകയറാൻ പറ്റാതെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് പാവങ്ങൾക്ക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരുന്ന ഓരോ സ്റ്റെപ്സും അതുപോലെ ഫോളോ ചെയ്യാം. നമ്മളൊരു പുതിയ ജോലി കണ്ടെത്തുക ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ജോലിക്കൊന്നും പാടില്ല. പലപ്പോഴും കിട്ടില്ല എന്ന് പറഞ്ഞ ആ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് അത്രയും റിക്വസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് കണ്ടെത്താൻ പറ്റും. ഇപ്പോ സ്വിഗ്ഗിയോ സൊമാറ്റോയിലോ ഒക്കെ ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അവര് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ പിന്നെ ഇതിന് പോകുന്നുണ്ട്, സാധനങ്ങൾ പിന്നെ കൊടുക്കാനായിട്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും. അതായത് ജോലി കൂടാതെ ഇതും കൂടെ ചെയ്താൽ എക്സ്ട്രാ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ഗോള് സെറ്റ്, എനിക്ക് ഇത്ര നാളിനുള്ളിൽ, നിങ്ങൾ തീരുമാനിച്ച് ഓരോരുത്തരും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉള്ളത്, എനിക്ക് ഇത്ര നാളിനുള്ളിൽ ഇത് അടച്ചു തീർക്കണം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം. ചിന്തിക്കുമ്പോൾ വഴി തെളിയും. ചിന്തിക്കാത്തവന് തെളിയത്തില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്യും, എന്നെ ആരും സഹായിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും സമ്പത്ത് നേടാനുള്ള ഒരുപോലത്തെ കഴിവുണ്ട്. ഒരു മനുഷ്യരെ മുമ്പിൽ പോയി നിങ്ങൾ എന്നെ സഹായിക്കല്ലേ, എന്റെ ബന്ധുക്കൾ എന്നെ സഹായിക്കുന്നില്ല, എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന സമ്പത്ത് അവരവരുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് സമ്പാദിക്കുക ചെയ്യുന്നു. നമുക്ക് ആരെടുത്തും പോയി എന്നെ ഒന്ന് സഹായിക്കും എന്ന് ചോദിക്കാൻ പോകരുത്. കാര്യം എന്താ, എല്ലാവരുടെയും ഉപബോധ മനസ്സിന് ഒരുപോലെ ശക്തിയുണ്ട്. ചിലരത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവർ സമ്പത്ത് നേടുന്നു. മറ്റു പലരും അതൊന്നും ഇല്ലാതെ എപ്പോഴും കരഞ്ഞു വിളിച്ച് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഒരുപാട് വായിക്കണം, അറിവ് നേടണം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അറിവിനെ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അത് പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു മാസം വരുമാനം കണ്ടെത്താം. ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് എന്ത് പുതിയ സ്കില്ല് പഠിച്ചാലേ എനിക്ക് നല്ല രീതിയിലുള്ള വരുമാനം നേടിയെടുക്കാൻ പറ്റും. പിന്നെ ചിലർ എപ്പോഴും ചിന്തിക്കുന്നു, അയ്യോ എനിക്ക് കടബാധ്യത വേണ്ട എന്നുള്ളത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ വേണ്ട എന്നുള്ള വേർഡിനെ അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഈ കടബാധ്യത എന്നുള്ള വേർഡായിരിക്കും അവിടെ എംബോസ് ചെയ്ത് നിൽക്കുന്നത്, നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വാക്കേ നിങ്ങൾ ചിന്തിക്കാൻ പോണ്ട. നമുക്ക് വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അപ്പോ നമ്മൾ എപ്പോഴും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കുക. നമ്മൾ അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ജീവിക്കുന്നതായിട്ട് നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് അത് വരും. അപ്പോ എപ്പോഴും ഈ കടബാധ്യതയെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, കൂടുതൽ നമ്മളിലേക്ക് അത് വരികയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ പലരും ചിന്തിക്കും, ഞാന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലെത്തി, ഇനി എന്തിനു ഞാൻ ജീവിക്കും. തിരിച്ചു ചിന്തിക്കുക,
സാരമില്ല, ഇത്രയും മോശം അവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ശതകോടീശ്വരനായി മാറുമ്പോ ലോകം എന്ത് പറയും? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ. നേരെ മറിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരുവൻ കയറി വരുമ്പോ ലോകം അവനെ നോക്കി എന്ത് പറയും? സ്ക്രാച്ചിന്ന് കയറി വന്നവനാണ്, അവന്റെ കടബാധ തീർന്ന് ഇന്ന് അവൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ചെയ്യും. അവനാണ് ലോകം കൈയടിക്കുന്നത്, അവന് വേണ്ടിയാ ലോകം കൈയടിക്കുന്നത്. എല്ലാവരും ടീച്ചറമ്മ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അത്രയും ഒരു സ്ക്രാച്ചിൽ കിടന്ന വ്യക്തിയാണ്. ഹെൽത്ത് ബ്ലസ്സിംഗ് ആയിട്ട് അക്കൗണ്ടിൽ 0 ബാങ്ക് ബാലൻസിൽ നിന്ന് ഞാൻ ഇന്ന് BMW X7 ഓണറായി. 1.65 CR വണ്ടി. എന്തുകൊണ്ട്? ആ മൈൻഡ് പവറിന്റെ ശക്തിയാണ്. എനിക്ക് സ്കൂളിൽ കൊറോണ സമയത്ത് ജോലി പോയി. ഇനി ജോലി കിട്ടാൻ ആരും സ്കൂളിൽ ജോലിക്ക് എടുക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? നിരന്തരം ചിന്തിച്ചു. നിരന്തരം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നിലൊരു വഴി തെളിയും. നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക. നെഗറ്റീവായി ഡൗൺ ആയിക്കൊണ്ടിരുന്നാൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കും. ചിന്തിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് മാർഗത്തിലൂടെ എന്റെ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ എനിക്ക് മറികടക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ചിന്തയാണെല്ലാം. നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വഴികൾ തെളിഞ്ഞു വരും. പേപ്പർ എടുത്ത് എഴുതുക, ഇന്നത് ചെയ്യാം, എനിക്ക് ഇന്നത് ചെയ്യാം. കാര്യം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനിക്ക് കോമൺ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്ത് എനിക്ക് വരുമാനം കണ്ടെത്താം. അപ്പോഴും നമുക്ക് വഴി തെളിയും. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ പരാജിതന്റെ കൂടെ ആരും ഉണ്ടാവില്ല, വിജയിക്കുന്നവന്റെ കൂടെ ഈ ലോകം നിൽക്കുള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങൾ വരുമ്പോ തളരാമെന്നല്ല, എങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയി വിജയിക്കാമെന്ന് ചിന്തിക്കാം. നാളെ നിങ്ങളൊരു കോടീശ്വരനായി മാറുമ്പോൾ നിങ്ങൾക്ക് ജോഷ് ടോക്സിലും ടെഡെക്സിലും ഒക്കെ പോയി സംസാരിക്കണ്ടേ? ഞാൻ അത്രയും മോശം അവസ്ഥയിൽ ഇന്ന് വന്നു. അപ്പോഴാണ് ലോകം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത്. അല്ലാണ്ട് എന്താണ്? ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ മേലോട്ട് പോയാൽ ആർക്കും ഒരു വിലയുണ്ടാവില്ല. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ കടബാധ്യതയൊക്കെ തീർന്നു. ഞാൻ പണ്ട് വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ബാങ്കില് ലോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ബാങ്കിലെ ലോണൊക്കെ അടച്ചു തീർത്തു, പൈസ വന്നു. അപ്പോഴും കയ്യിൽ പൈസയൊന്നുമില്ല, പൈസ വന്നു, അടച്ചു തീർത്തു, ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുക്കുന്നു, തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ കടയിൽ കയറി ലഡു വാങ്ങിക്കുന്നു, എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നു, ബന്ധുക്കൾക്കൊക്കെ. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ശരിക്കും ഞാൻ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്തു. ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുത്തോണ്ട് വരുമ്പോൾ മനസ്സ് പറഞ്ഞ് ലഡു വാങ്ങിക്കുന്നില്ല, അങ്ങനെ വാങ്ങി എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ ടീച്ചറമ്മയുടെ മണി അഫർമേഷൻസ് വെരി വെരി പവർഫുൾ ആണ് കേട്ടോ. സുജാർ മോഹൻ മണി അഫർമേഷൻസ് സെർച്ച് ചെയ്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ മണി അഫർമേഷൻസ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റുഡൻസും പറയാറുണ്ട്, ടീച്ചറമ്മ അത് കേട്ട് നല്ല രീതിയിലുള്ള പൈസ വരുന്നത്. എന്റെ ആ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റുഡൻസ് ഇടുന്നത്. അവർക്ക് അത്രയേറെ പൈസ സമ്പാദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മണി അഫർമേഷൻസ് കേൾക്കുക, സ്ഥിരമായിട്ട് കേൾക്കുക. ഓക്കെ. അതുപോലെ ജീവിതത്തിൽ കടബാധയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. കാര്യം പലരും മതിയാക്കാം ഈ ജീവിതം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ ആ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നേ പറ്റൂ. നെഗറ്റീവായിട്ട് കരഞ്ഞ് വേദനിച്ച് വിഷമിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്കൊരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കേണ്ട അവരോട് പറയുക, അതിനൊരു വഴി നമ്മൾ കണ്ടെത്തുക. അവരോട് സാവധാനം സമയം ചോദിക്കുക, അതിലൂടെ വരുമാനത്തിലൂടെ കണ്ടെത്തി കുറേശ്ശെ 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 കൊടുത്ത് തീർത്ത് നമ്മൾ മെല്ലെ മെല്ലെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താം. പലപ്പോഴും എത്താൻ പറ്റാത്ത എന്തറിയോ, വഴി അടഞ്ഞതായിട്ട് തോന്നുന്നറിയോ? എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീട്ടമ്മയാണല്ലേ, എനിക്കൊരു മാർഗമില്ല, ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സും മാറ്റി നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പറ്റും. ടീച്ചറും എല്ലാവരെയും ബ്ലെസ് ചെയ്യാണ്. എല്ലാവർക്കും ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.